സുഹൃത്തുക്കളെ, രാവിലെ 9 മണിക്കാണ് എൻ്റെ ഈ പ്രഭാഷണം എന്ന് പറയുന്ന അഭ്യാസം വെച്ചിരുന്നത്. അപ്പോൾ 10 മണിക്ക് വന്നാൽ പ്രഭാഷണം കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ എന്ന പ്രതീക്ഷയിലാണ് ഞാൻ വൈകി എത്തിയത്. അപ്പോൾ എത്തിയപ്പോഴും പ്രഭാഷണം കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, പ്രഭാഷിപ്പിച്ചേ അടങ്ങൂ എന്ന സംഘാടകരുടെ വാശിക്ക് മുന്നിൽ കീഴ്പ്പെട്ടുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. നിങ്ങളെ അധികം നേരം ദ്രോഹിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതായാലും ഇത്തരമൊരു ഭാരം ഏൽപ്പിച്ചതുകൊണ്ട് അത് നിർവഹിക്കുന്നു എന്ന് മാത്രം. ഇന്നലെ ഉണ്ടായ ചർച്ചകളും പൊതുവെ ജനാവിഷ്കാര എന്ന ഒരു സംരംഭത്തിന്റെ സാധ്യതകളും ഇന്നത്തെ ഒരു പൊതുവായ രാഷ്ട്രീയ സാഹചര്യത്തിൽ കാണാൻ ഒരു ചെറിയ ശ്രമം നടത്താം എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ഒരു പൊളിറ്റിക്കൽ കണ്ടീഷൻ എന്ന് പറയുന്നത് അതിനെ ഫാസിസമായും വർഗീയതയായും കൃത്യമായ സ്വേച്ഛാധിപത്യമായും ഒക്കെ വിശകലനം ചെയ്യുമ്പോഴും രാഷ്ട്രീയപരമായ വിശകലനങ്ങൾ പലപ്പോഴും അല്ലെങ്കിൽ വ്യാഖ്യാനങ്ങൾ പലപ്പോഴും ഒരർത്ഥത്തിലൊരു പ്രതിസന്ധിയിലെത്തുന്ന ഒരവസ്ഥ നാം കാണുന്നുണ്ട്. അതിനൊരുപക്ഷെ കാരണം നമുക്കുള്ള പൂർവ്വ മാതൃകകൾ വെച്ച് പൂർണ്ണമായി നിർണയിക്കാൻ കഴിയാത്ത ഒരു പ്രതിഭാസമാണ് ഇത് എന്ന തോന്നൽ കൂടുതൽ കൂടുതൽ ശക്തമായി കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ കൂടിയുണ്ട്. ഇന്നലെ ചർച്ചയ്ക്കിടയ്ക്ക് ഞാൻ സൂചിപ്പിച്ച ഒരു കാര്യം, ഒരുപക്ഷെ ജർമ്മൻ അല്ലെങ്കിൽ ഇറ്റാലിയൻ ഫാസിസത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു പ്രതിഭാസമായി ഇന്ത്യയിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ അവസ്ഥയുടെ പ്രത്യേകത എന്നത് ജർമ്മൻ അല്ലെങ്കിൽ ഇറ്റാലിയൻ ഫാസിസത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ഏതാണ്ട് ഒരു നൂറ്റാണ്ടോളമുള്ള ഒരു ഗസ്റ്റേഷൻ പീരിയഡ് ഇതിനുണ്ടായിട്ടുണ്ട്. 1925 RSS രൂപീകരിക്കപ്പെടുകയും ആ ഘട്ടം മുതൽ വളരെ കൃത്യമായ അജണ്ടകളിലൂടെ, കൃത്യമായ സങ്കേതങ്ങളിലൂടെ ഒരു ഹിന്ദു രാഷ്ട്രം എന്ന ഹിന്ദു സ്റ്റേറ്റ് ആദ്യത്തെ നിലയ്ക്ക് കെട്ടിപ്പടുക്കുവാനുള്ള ശ്രമങ്ങൾ ഒരു നിലയ്ക്ക് ഹിന്ദു എന്ന് പറയുന്ന ഒരു മതം കണ്ടെത്തുകയും ഇല്ലാതിരുന്ന ഒരു മതം എന്ന നിലയ്ക്ക് അതിൻ്റെ ഒരു രൂപീകരണം ഉണ്ടാക്കിയെടുക്കുകയും പാശ്ചാത്യ മാതൃകകളുടെ മോണോതീയിസ്റ്റിക് ആയിട്ടുള്ള ഒരു മാതൃകയിൽ, സെമിറ്റിക് റിലിജ്യൻസിന്റെ മോണോതീയിസ്റ്റിക് ആയിട്ടുള്ള ഒരു മാതൃകയിൽ ഹിന്ദു എന്ന് വിശേഷിപ്പിക്കാവുന്ന വിശ്വാസങ്ങളെ ക്രോഡീകരിച്ച് ഏകദാനമായ ഒരു സിസ്റ്റത്തിലേക്ക് ചുരുക്കിയെടുക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ ആദ്യം മുതൽ 1925 മുതൽ തുടങ്ങി. ഈ ഒരു 100 വർഷത്തോളം നീണ്ടു നിന്നിട്ടുള്ള ഈ പ്രക്രിയയിൽ ഇതിന്റെ രണ്ടാമത്തെ വശം എന്ന് പറയുന്നത് ഒരുപക്ഷെ ബോധമണ്ഡലത്തിന്, ബോധ മനസ്സിന്, ബോധപൂർവമായ ചിന്തയ്ക്ക് അപ്പുറം നിൽക്കുന്നത് എന്ന പ്രതീതി ഉളവാക്കുന്ന അനേകം ബോധമണ്ഡലങ്ങളുടെ, അബോധത്തിന്റെ മേഖലകളിലേക്ക് അപ്പീൽ ചെയ്തുകൊണ്ടാണ് ഇതിന്റെ പല ശ്രമങ്ങളും ഉണ്ടാവുന്നത്. ലോക്കൽ ആയിട്ടുള്ള ബന്ധങ്ങൾക്കപ്പുറം അതിനേക്കാൾ പ്രധാനമായ രീതിയിൽ സാമ്പത്തികമോ സാമൂഹികമോ പ്രദേശപരമോ ആയിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളുടെ, വ്യവഹാരങ്ങളുടെ ബന്ധങ്ങളിൽ നിന്നും അപ്പുറം പോകുന്ന രീതിയിൽ ഒരു പ്രത്യേക തരത്തിലുള്ള വിശ്വാസത്തിന്റെയോ
സാമുദായികമോ ആയിട്ടുള്ള ഒരു സംഘാടനം നിർവഹിക്കുക എന്നതാണ് 1925 മുതൽ ഇതിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ളത്. ഇത് നോക്കുമ്പോൾ വളരെ രസകരമായൊരു കാര്യം എന്നത് പ്രീ മോഡേൺ ആയിട്ടുള്ള സമൂഹങ്ങളുടെ സംഘാടനത്തെ സംബന്ധിച്ച്, പ്രീ മോഡേൺ ആയിട്ടുള്ള ആധുനികപൂർവമായ സമുദായങ്ങളുടെ സമൂഹങ്ങളുടെ സംഘാടനത്തിൽ അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും നടനങ്ങളും പെർഫോമൻസസ് ഏത് രീതിയിൽ പങ്കുവഹിക്കുന്നു എന്ന എമിലി ഡർഖൈമിന്റെ വളരെ ഗൗരവമായ ഒരു പഠനമുണ്ടായിട്ടുണ്ട്. എലിമെന്ററി ഫോംസ് ഓഫ് ദ റിലിജിയസ് ലൈഫ് എന്ന് പറയും, സോഷ്യോളജിയിലുള്ള ഒരു പഠനമാണ്. എമിലി ദർഖൈം, ഇത് ഞാൻ പറയാൻ കാര്യം ഇത് വളരെ വളരെ സംഗതമായി വരുന്ന ഒരവസ്ഥയാണെന്നുള്ളത്. എമിലി ദർഖൈം ആധുനികപൂർവമായ ചെറു സമുദായങ്ങൾ അനുഷ്ഠാനങ്ങളിലൂടെ, പെർഫോമേറ്റീവ് ആയിട്ടുള്ള അനുഷ്ഠാനങ്ങളിലൂടെ ആ സമുദായത്തിലെ അംഗങ്ങൾ ആ സമുദായത്തിന്റെ അർത്ഥപരികൽപ്പനകൾ എന്ത് എന്നും ആ സമുദായത്തിന്റെ മൂല്യവ്യവസ്ഥകൾ എന്ത് എന്നും അതിലെ ശരിതെറ്റുകൾ എന്ത് എന്നും പെരുമാറ്റക്രമങ്ങൾ എന്ത് എന്നും ഈ പെർഫോമൻസുകളിലൂടെ, അനുഷ്ഠാനങ്ങളിലൂടെ ആന്തരികവൽക്കരിക്കുന്നു, ഇന്റേണലൈസ് ചെയ്യുകയും അത്തരം ഇന്റേണലൈസേഷനിലൂടെ ആ സമുദായത്തിന്റെ അംഗമായി തീരുകയും ചെയ്യുന്നു എന്ന് നിരീക്ഷിക്കുന്നു. പലപ്പോഴും ഒത്തുചേരുന്ന ഒരു കൂട്ടായ്മ എന്ന നിലയ്ക്ക് ആ കൂട്ടായ്മയിലെ ഈ ചര്യകളിലൂടെ, ഷെയർ ചെയ്യുന്ന, പങ്കുചേരുന്ന ഈ ചര്യകളിലൂടെ ആ കൂട്ടായ്മയുടെ അംഗമാവുകയും, പക്ഷേ ഈ ചര്യകൾ എന്ന് പറയുന്നത് ശാരീരികവും മാനസികവുമായ പങ്കാളിത്തത്തോടുകൂടിയുള്ള ഈ ചര്യകൾ അതേസമയം സെമാൻറ്റിക് ആൻഡ് സെമിയോട്ടിക് ആയി മാറുന്ന ഒരവസ്ഥ. സെമാൻറ്റിക് എന്ന് പറയുന്നത് ഈ അനുഷ്ഠാനങ്ങളിലെ ഓരോ അംശവും ഒരർത്ഥത്തിൽ ബൃഹത്തായ ഒരു വ്യാകരണ പദ്ധതിയുടെ വിവിധ ഭാഗങ്ങളാണ് എന്നും ആ വ്യാകരണ പദ്ധതിയിലൂടെ ഈ ചെയ്യുന്ന കാര്യങ്ങൾ, അതിനു പുറമെയുള്ള കാര്യങ്ങളുടെയും അർത്ഥസമ്പുഷ്ടത എന്നത് ഒരർത്ഥത്തിൽ അബോധമായ തലത്തിലൂടെ ഇന്റേണലൈസ് ചെയ്യുന്ന ഒരു പ്രക്രിയ. എമിലി ദർഖൈമിന്റെ വർക്ക് പ്രധാനമായും ആധുനികപൂർവമായ ഒരു സാഹചര്യത്തെക്കുറിച്ചായിരുന്നു എന്നുണ്ടെങ്കിലും അദ്ദേഹം അതിൽ തന്നെ ആധുനികമായ രാഷ്ട്ര പരിസരങ്ങളിലും ഇത്തരത്തിലുള്ള സംഘാടനം, പെർഫോമേറ്റീവ് ആൻഡ് റിച്വലിസ്റ്റിക് ആയിട്ടുള്ള പ്രാക്ടീസസ് ആധുനികമായ രാഷ്ട്ര പരിസരങ്ങളിലും നടക്കുന്നതാണ് എന്ന് അദ്ദേഹം ഒബ്സർവ് ചെയ്തു. പ്രത്യേകിച്ച് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ആ ഒരു ഘട്ടത്തിൽ ജർമ്മനിയിലെയും ഇറ്റലിയിലെയും ഫാഷിസ്റ്റ് ഭരണകൂടങ്ങളെ സംബന്ധിച്ചും അതിനുശേഷം ഈസ്റ്റേൺ യൂറോപ്പിലെയും പിന്നീട് അമേരിക്കയിലെയും മറ്റും സ്റ്റേറ്റിന്റെ ഫോർമേഷനെ സംബന്ധിച്ച് എമിലി ഡർഖൈമിന്റെ വർക്ക് വളരെ ക്രൂഷ്യലായിട്ട് മാറുകയും ചെയ്തു. പക്ഷേ മാറിയ അവസ്ഥയിൽ, പ്രത്യേകിച്ച് അമേരിക്കയുടെ പഠനത്തിൽ, അമേരിക്കയുടെ നാഷണലിസം എന്ന് പറയുന്നത്, ദേശീയത എന്ന് പറയുന്നത് ഒരു സിവിക് റിലിജ്യൻ ആണ്. ഒരു സിവിക് ആയിട്ടുള്ള സിവിലിയൻ സൊസൈറ്റിക്കകത്ത് രൂപീകൃതമായിട്ടുള്ള സെക്കുലർ എന്ന് വിളിക്കാവുന്ന ഒരു മതമായി അത് രൂപീകരിക്കുകയും അമേരിക്കൻ പതാകയെ കേന്ദ്രസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് അമേരിക്കയുടെ യുദ്ധങ്ങളിലൂടെ, രക്തരൂഷിതമായ യുദ്ധങ്ങളിലൂടെ, ഈ ബ്ലഡ് ലെറ്റിംഗ് എന്നുള്ള അർത്ഥത്തിൽ ഈ പതാകയ്ക്ക് വേണ്ടി, ഈ ദേശത്തിന് വേണ്ടി ഒരർത്ഥത്തിൽ ബലി കൊടുക്കുന്ന രീതിയിൽ സ്വന്തം രക്തം കൊടുത്തുകൊണ്ട് നിർമ്മിച്ചെടുക്കുന്ന ഒരു ദേശരാഷ്ട്രമായി അമേരിക്ക മാറുന്നതിനെ കുറിച്ചുള്ള പഠനമുണ്ട്. പക്ഷെ പിന്നീടുള്ള ഘട്ടത്തില് ഈ അനുഷ്ഠാനങ്ങൾ, ദേശീയമായ അനുഷ്ഠാനങ്ങളും അവതരണങ്ങളും നടനങ്ങളും കേവലം സെൻസ് ഓഫ് ബിലോങ്ങിങ് മാത്രമല്ല ഉണ്ടാക്കുന്നത് എന്നും അനുഷ്ഠാനങ്ങളിലൂടെ അതിൽ പങ്കുചേരുന്നവർ അതിന്റെ ഭാഗമായി മാറുകയും ആ ഭാഗമായി മാറുന്നതിലൂടെ അതിന്റെ അർത്ഥപരികൽപ്പനകളെ മനസ്സിലാക്കുകയും ചെയ്യുന്നതിനപ്പുറം പോകുന്ന രീതിയിൽ ഈ ദേശരാഷ്ട്രത്തിന്റെ സംഘാടനത്തിനകത്ത് കൃത്യമായ അപരത്വങ്ങളെ നിർമ്മിച്ചെടുക്കുന്നതിലൂടെ
ആ ബഹിഷ്കരണത്തിലൂടെ, പുറത്താക്കലിലൂടെ, പുറത്തു നിർത്തുന്നതിലൂടെ ഒരു ഇൻക്ലൂസീവ്നെസ്, എക്സ്ക്ലൂസീവിന്റെ മറുവശമായിട്ടുള്ള ഒരു ഇൻക്ലൂസീവ്നെസ് ഉണ്ടായി വരികയും ചെയ്യുന്നതായിട്ട് പിന്നീട് എമിലി ഡർഖൈമിന്റെ വർക്കിന് ഒരു തിരുത്തൽ എന്ന നിലയ്ക്ക് പിന്നീട് വരുന്ന സോഷ്യോളജിസ്റ്റ് ചൂണ്ടിക്കാണിച്ചത്. ഇതൊരു പക്ഷേ നമ്മുടെ കാര്യത്തിൽ വളരെ പ്രധാനമാണ് എന്ന് തോന്നുന്നു. കാരണം ഇവിടെ ഒരു ഇന്ത്യൻ രാഷ്ട്രം എന്ന സങ്കല്പനം ഉണ്ടാകുന്ന ആദ്യഘട്ടത്തിൽ മുതൽ ഒരു ഇൻക്ലൂസീവായിട്ടുള്ള ഒരു രാഷ്ട്രം എന്ന നിലയ്ക്ക് നെഹ്റുവിന്റെയൊക്കെ ആദ്യത്തെ പ്രസംഗങ്ങളിലും ഗാന്ധിയുടെ സങ്കല്പനങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ലോകത്തുള്ള ഏതൊരു പൗരനും ഏതൊരു മനുഷ്യനും പൗരനായി മാറാൻ കഴിയുന്ന ലോകരാഷ്ട്രങ്ങൾക്കിടയ്ക്ക് സ്ഥാനമെടുക്കുന്ന ഒരു രാഷ്ട്രം എന്ന നിലയിൽ സങ്കല്പിക്കപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രം പിന്നീട് ഘട്ടം ഘട്ടമായി, പ്രത്യേകിച്ച് ബാബരി മസ്ജിദിന്റെ തകർക്കലിന് ശേഷം ഘട്ടം ഘട്ടമായി ഇൻക്ലൂസീവ് ആൻഡ് എക്സ്ക്ലൂസീവ് എന്ന അർത്ഥത്തിൽ ഉൾപ്പെടുന്നവരും ഉൾപ്പെടുത്തപ്പെടാത്തവരുമായ, പുറത്താക്കപ്പെട്ടവരുമായ രണ്ട് വിഭാഗം ജനങ്ങളെ നിർമ്മിച്ചെടുക്കുന്നതിലൂടെ ആ നിർമ്മിതിയിൽ കൃത്യമായ പെർഫോമൻസുകൾ, അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുന്നതിലൂടെ ഉള്ള ഒരു രാഷ്ട്രസങ്കല്പം സ്ഥാപിച്ചെടുക്കുന്ന പ്രക്രിയ നമുക്ക് കാണാൻ പറ്റും. ഈ പ്രക്രിയ സ്ഥാപിച്ചെടുക്കുന്നതിൽ ഏറ്റവും ക്രൂഷ്യലായി മാറിയിട്ടുള്ള ഒരു കാര്യം, പ്രത്യേകിച്ച് ബാബരി മസ്ജിദിന് ശേഷം ഉണ്ടായിട്ടുള്ള സംഭവങ്ങളിൽ മിക്കതിലും ഡിമോണിറ്റൈസേഷൻ വരെയുള്ള സാഹചര്യം നോക്കുമ്പോൾ പലപ്പോഴും രാഷ്ട്രം, സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ പ്രക്രിയയിൽ നിന്നും പിന്നോക്കം മാറി നിൽക്കുകയും ഇത്തരമൊരു നിർമ്മിതിക്കായി, ഒരു രാഷ്ട്രസങ്കല്പത്തിന്റെ നിർമ്മിതിക്കായി ആ രാഷ്ട്രസങ്കല്പത്തിൽ ഉൾപ്പെടാത്തവരായി ചിലരെ ബഹിഷ്കരിക്കുന്നതിന്റെ ആ പ്രക്രിയ നിർവഹിച്ചിരുന്നത് പലപ്പോഴും ഇംഗ്ലീഷിൽ വിജിലാൻറ്റെ എന്ന് വിളിക്കാവുന്ന സംഘങ്ങളിലൂടെയായിരുന്നു. അത് ഗോദ്രയിലുണ്ടായ, അതിനുശേഷമുണ്ടായ കാര്യങ്ങളായാലും, ഗുജറാത്തിലുണ്ടായിട്ടുള്ള കലാപങ്ങൾ, അല്ലെങ്കിൽ രക്തരൂഷിതമായിട്ടുള്ള അവിടുത്തെ കൊലകൾ എന്ന് തന്നെ പറയട്ടെ, അല്ലെങ്കിൽ ദളിതർക്കെതിരെയുള്ള അക്രമങ്ങളായാലും മുസ്ലിങ്ങൾക്കെതിരെയുള്ള അക്രമങ്ങളായാലും, ഇന്ത്യയിലുടനീളം ആരാണ് ഇത് ചെയ്യുന്നത് എന്ന് കൃത്യമായി നിർവചിക്കാൻ കഴിയാത്ത വിധം, അല്ലെങ്കിൽ സ്റ്റേറ്റ് അതിൽ നിന്നും പിന്നോക്കം മാറുകയും രാഷ്ട്രം എന്ത് എന്ന് കൃത്യമായി നിർണയിക്കേണ്ട ചുമതലയുള്ള സ്റ്റേറ്റ് അതിൽ നിന്ന് മാറുകയും ആ ചുമതല ഏറ്റെടുത്ത് നിർവഹിക്കാൻ തയ്യാറുള്ള, അല്ലെങ്കിൽ ആ ചുമതല ഏറ്റെടുത്ത് നിർവഹിക്കാൻ മുൻപോട്ട് വരുന്ന ചില ചെറുകൂട്ടങ്ങൾ, സംഘങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഇവിടെ വളരെ ശ്രദ്ധേയമായ കാര്യം എന്നത്, ഇത്തരം നിർണയങ്ങളിൽ ഇതാണ് രാഷ്ട്രം എന്നത് ഒരു വശത്ത് ഭരണഘടന നിൽക്കുമ്പോൾ തന്നെ ആ ഭരണഘടനയ്ക്ക് തികച്ചും വിരുദ്ധമായ, വ്യത്യസ്തമായ ഒരു വ്യാഖ്യാനം അക്രമത്തിലൂടെ, അഗ്രഷനിലൂടെ, ഭീഷണിയിലൂടെ സ്ഥാപിച്ചെടുക്കുമ്പോൾ ഇതിൽ നിന്നും പിന്നാക്കം മാറി നിൽക്കുന്ന ഒരു സ്റ്റേറ്റ്, ആ പിന്നാക്കം മാറി നിൽക്കുന്ന സ്റ്റേറ്റ് അതേസമയം തന്നെ വ്യക്തമായ ഒരു മെസ്സേജ് കൊടുക്കുകയും ചെയ്യുന്നു. കാരണം ഇതിന് ചുമതലപ്പെട്ടവരാരുടെ നേരെയും നിയമ സംവിധാനത്തിന്റെ കൈകൾ നീളുന്നില്ല എന്നും അവർ തീർച്ചയായും ഒരു കാരണവശാലും ശിക്ഷിക്കപ്പെടുകയുമില്ല എന്ന വ്യക്തമായ ധാരണ കാണും. ഇപ്പൊ രോഹിത് വെമുലയുടെ, അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ കനയ്യകുമാറിനെ കോടതിയിൽ വെച്ച് ആക്രമിച്ച സംഭവത്തിൽ, കനയ്യകുമാറിനെ കോടതിയിൽ വെച്ച് ആക്രമിച്ച സംഭവം ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ ആ ആക്രമിച്ചവർ യഥാർത്ഥത്തിൽ സ്റ്റേറ്റിന്റെ ഓഫീസേഴ്സാണ്. കാരണം വക്കീൽ എന്നുള്ള നിലയ്ക്ക് ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥ നടപ്പിലാക്കുവാൻ സന്നദ്ധിലൂടെ അവരെടുക്കുന്ന ഓത്ത് ഓഫ് ഓഫീസ് എന്ന് പറയുന്ന, സന്നദ്ധിന്റെ സമയത്ത് അവർ വായിക്കുന്ന അല്ലെങ്കിൽ ചൊല്ലുന്ന ആ ഒരു ഓത്തുണ്ട്, ഒരു സത്യവാങ്മൂലമുണ്ട്, സത്യപ്രതിജ്ഞയുണ്ട്. അതിന്റെ ശക്തിയോടെ അവർ സ്റ്റേറ്റിന്റെ, നേഷന്റെ ഓഫീസേഴ്സായിട്ട് മാറുന്ന അവരാണ് ഈ കോടതിയിൽ വെച്ചിട്ട് കനയ്യകുമാറിനെ ആക്രമിക്കുന്നത്. അവർക്ക് നേരെ യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, അവർക്ക് സംരക്ഷണം നൽകുകയും ചെയ്തു. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, ഒരു നിലയ്ക്ക് അബ്രോഗേഷൻ ഓഫ് ദി സ്റ്റേറ്റ്സ് റെസ്പോൺസിബിലിറ്റി എന്നത്, അബ്രോഗേഷൻ എന്നതിനേക്കാൾ കൂടുതൽ, വേണ്ട എന്ന് വെക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ മാറി നിൽക്കുന്നതിലൂടെ
ആബ്സെൻസിലൂടെ, അഭാവത്തിലൂടെ സ്വന്തം കൾപ്പബിലിറ്റി, അവരുടെ പങ്കുചേരലായി, സ്റ്റേറ്റിന്റെ പങ്കുചേരലായിട്ട് ഇത് മാറുന്നു. മറ്റൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഇത് സൃഷ്ടിച്ചെടുക്കുന്നത് വളരെ കൃത്യമായ ഒരു കൾച്ചർ ഓഫ് ഫിയറാണ്, ഒരു ഭയത്തിന്റെ, ഭീഷണിയുടെ ഒരു ഫിയർ. ഇന്നലെ തമാശയ്ക്ക് ഞാനിവിടെ ചർച്ചയുടെ സമയത്ത് ആരോ പിന്നിൽ വന്നിരുന്നപ്പോൾ പിന്നാക്കം നോക്കി. അത് ഇന്ത്യക്കാരൻ്റെ അവസ്ഥയായി തുടങ്ങിയിട്ടുണ്ട്. നാം എല്ലാം വി ആർ ലുക്കിംഗ് ഓവർ അവർ ഷോൾഡേഴ്സ്. നമ്മൾ പിന്നാക്കം നോക്കിയിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ആരാണ് കേൾക്കുന്നത് എന്നത്, ആരാണ് ശ്രദ്ധിക്കുന്നത് എന്നത്. ഈവൻ ദ വാൾസ് ഓഫ് ഇയേഴ്സ് എന്ന ഒരു യൂറോപ്യൻ ഭാഷയുണ്ട്. മതിലുകൾക്ക് പോലും ചെവിയുണ്ട് എന്ന് പറയുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യൻ ജനതയെ പാകപ്പെടുത്തിയെടുക്കുന്ന ഒരു സംവിധാനമാണ് ഇതിനകത്ത് നടക്കുന്നത്. അപ്പൊ അതില് ഞാൻ പറയാൻ ശ്രമിക്കുന്ന കാര്യം, ഇത്തരം ഒരു കൾച്ചർ ഓഫ് ഫിയർ ഒരു വശത്ത് ഉണ്ടാക്കുമ്പോൾ ആ കൾച്ചർ ഓഫ് ഫിയറിനെ സഹായിക്കുവാനായി തന്നെ മറ്റൊരു നിലയ്ക്ക് അത് ഫിയർ അല്ല എന്ന തോന്നൽ ഉളവാക്കുവാൻ വളരെ പെർഫോമേറ്റീവായ കുറെ കാര്യങ്ങൾ നിരന്തരമായി പ്രക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ട്. ഇപ്പോൾ കനയ്യകുമാറിന്റെയോ വിമൂലയുടെയോ അല്ലെങ്കിൽ ഗോദ്ര കലാപങ്ങളുടെയോ അല്ലാതെ കർണാടകത്തിലുള്ള ദളിത് പീഡനത്തിന്റെയോ ഈ ചിത്രങ്ങൾ എന്ന നിലയ്ക്ക് തന്നെ, ഈ ഇമേജസ് തന്നെ, ഇത് മാധ്യമീകൃതമായിട്ടുള്ള ഒരു പരിസരത്തിൽ ഇത് നമ്മളിലേക്ക് പ്രസരിപ്പിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള സമുദായത്തിന്റെ, സമൂഹത്തിന്റെ ബോധമുണ്ട്. അത് നാം ഇന്റേണലൈസ് ചെയ്യുക മാത്രമല്ല, അതിനോടൊപ്പം തന്നെ ഇത് മറ്റൊരർത്ഥത്തിൽ വേറൊരു നിലയ്ക്ക് നൂറ്റാണ്ടുകളോളം പിറകിലോട്ട് പോകുന്ന ഒരു സംസ്കാരത്തിന്റെ പ്രകാശനമാണ് എന്ന ബോധം സൃഷ്ടിക്കുന്നതിലൂടെ ഒരർത്ഥത്തിൽ മോഡേൺ എന്നത് തന്നെ പ്രീമോഡേൺ ആയിട്ടുള്ള ഒരു ഭാഷയെ മോഡേണായി അത് പുനരാവിഷ്കരിക്കുന്ന ഒരു കാര്യത്തിൽ സംശയം ഉണ്ടാവാതിരിക്കും. ഇത് മതമല്ല എന്നത് വ്യക്തമാണ്. ഇത് മതമല്ല, ഇത് മതത്തിന്റെ മേലങ്കി അണിഞ്ഞിട്ടുള്ള, വിശ്വാസത്തിന്റെ മേലങ്കി അണിഞ്ഞിട്ടുള്ള കൃത്യമായ കൾച്ചറൽ നാഷണലിസം എന്ന് പറയുന്ന സംഗതിയാണ്. പക്ഷെ അത് മതത്തിന്റെ വാക്കുകൾ, മതത്തിന്റെ സംജ്ഞകൾ എടുത്തുപയോഗിക്കുന്നു. ഇന്നലെ ചർച്ചയിൽ തന്നെ വന്ന കാര്യമാണ് അത്. ആ മതത്തിന്റെ സ്വഭാവം എടുത്തണിയുക എന്ന് പറയുന്നത് പ്രധാനമായും 3 മേഖലകളിലൂടെയാണ്. ഒന്ന്, കൃത്യമായ സൗന്ദര്യവൽക്കരണം. ഇന്ന് നേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുറെ ക്യാച്ച് ഫ്രേസസ് നോക്കിയാൽ മതി. സ്വച്ഛ് ഭാരത് മുതലായതൊക്കെ ഒരു ഈസ്തറ്റിസൈസേഷനാണ്. പൊളിറ്റിക്സിനെ തന്നെ ഈസ്തറ്റിസൈസ് ചെയ്ത് അത് ഒരർത്ഥത്തിൽ ഈ ഒരു സൗന്ദര്യബോധം എന്ന് പറയുന്നത് സ്വയം കാണുന്ന, മറ്റുള്ളവരെ താൻ പങ്കാളിയായിട്ടുള്ള ആ സമുദായത്തെ തന്നെ കാണുന്ന രീതിയിൽ ഏതോ അർത്ഥത്തിൽ മറ്റുള്ളവരിൽ നിന്നും, പുറത്താക്കപ്പെട്ടവരിൽ നിന്നും വ്യത്യസ്തമാകുന്ന ഒരു ബൈനറി സൃഷ്ടിക്കപ്പെടുന്നു. സുന്ദരമായവർ, സുന്ദരമല്ലാത്തവർ. ഇവിടെ തന്നെയാണ് ഈ സുന്ദരം അസുന്ദരം എന്ന് പറയുന്ന ഈ ബൈനറിക്കകത്ത് അസുന്ദരമായതുമായി ബന്ധപ്പെട്ട് നോൺ വെജിറ്റേറിയനിസം വരുന്നു. അസുന്ദരവുമായി ബന്ധപ്പെട്ടിട്ട് വിവാഹത്തിന്റെ പ്രത്യേകതകൾ വരുന്നു, ബന്ധങ്ങളുടെ പ്രത്യേകതകൾ വരുന്നു. ഈ നിലയ്ക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള സവിശേഷമായ ഒരു സമുദായത്തിൻ്റെതെന്ന് നിർണയിക്കപ്പെട്ടിട്ടുള്ള കുറെ ശീലങ്ങൾ സുന്ദരമായതും മറ്റുള്ളവ അസുന്ദരമായതും ആയി കൃത്യമായി നിർണയിക്കപ്പെടുന്ന ഒരു സിസ്റ്റം. രണ്ടാമത്തത് മൂല്യം എന്നുള്ള നിലയ്ക്ക് എത്തിക്കൽ ആയിട്ടുള്ള കുറെ സങ്കല്പങ്ങളാണ്. അപ്പൊ നമ്മളിവിടെ സദാചാരത്തെക്കുറിച്ചൊക്കെയുള്ള ഇവിടുത്തെ ചർച്ചകൾ നടക്കുന്നത്, സദാചാര പോലീസിനെ കുറിച്ച്. ഈ സദാചാര പോലീസ് എന്നുള്ള നിലയ്ക്ക് മാത്രമായി അതിനെ കാണുമ്പോഴുള്ള പ്രശ്നം, അത് വളരെ വിപുലമായ ഒരു അർത്ഥമണ്ഡലത്തിനകത്താണ്, വ്യവഹാര മണ്ഡലത്തിനകത്താണ് അത് നടക്കുന്നത് എന്നും, കേവലം ഈ സെക്ഷുവൽ മൊറാലിറ്റിയുടെ വളരെ സങ്കുചിതമായ ഒരു മേഖലയിൽ മാത്രമല്ല അത് വർത്തിക്കുന്നത് എന്നും, കുറേയും കൂടി വിപുലമായ അർത്ഥത്തിൽ ഭക്ഷണത്തിന്റെയും വസ്ത്രധാരണത്തിന്റെയും ജീവിത രീതികളുടെയും കുടുംബത്തെയും ഒക്കെ സംബന്ധിക്കുന്ന വളരെ വിപുലമായ ഒരു എത്തിക്കൽ സ്ട്രക്ചർ അതിന്റെ പിറകിൽ നിൽക്കുന്നുണ്ട്. മൂല്യവ്യവസ്ഥയുടെ, ശരിതെറ്റുകളുടെ, പ്രോപ്പർ ഇംപ്രോപ്പർ എന്ന് പറയുന്ന രീതിയിൽ ഏതാണ് ഔചിതമായത്, ഏതാണ് അനുചിതമായത് എന്ന് കൃത്യമായി നിർവചിക്കുന്ന ഒരു വലിയ ഒരു മണ്ഡലം തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. അതിന്റെ ഭാഗങ്ങളായി ഓരോ ഘട്ടങ്ങളിലായിട്ട് ആവശ്യമുള്ള പോലെ എടുത്ത് ഉപയോഗിക്കാവുന്ന എ സീരീസ് ഓർ എ സിസ്റ്റം ഓഫ് വാല്യൂസ് എന്നത് സ്ഥാപിച്ചെടുക്കുന്നു. ഈ സ്ഥാപിച്ചെടുക്കുന്നതിനെ
പലപ്പോഴും, ഇതാണ് മൂന്നാമത്തെ ഭാഗം എന്നുള്ളത്, പലപ്പോഴും കാലാതീതമായ ചില വിശ്വാസങ്ങളുടെ, ചില രീതികളുടെ, പ്രയോഗങ്ങളുടെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ പിൻബലത്തോടു കൂടിയാണ് എന്ന അവകാശവാദമുള്ളത്. ഞാൻ പറഞ്ഞു വരാൻ ശ്രമിക്കുന്നത്, ടുഡേ പൊളിറ്റിക്സ് ഇസ് ബീങ് സ്പോക്കൺ ഇൻ ദ ലാംഗ്വേജ് ഓഫ് കൾച്ചർ. നമ്മൾ കേവലം പുറമേ നിൽക്കുന്ന, ഇന്നലെ ഇപ്പോൾ റഫീഖ് പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത്, പുറമേ നിൽക്കുന്ന ഒരു മണ്ഡലത്തെ സംസ്കാരമായി കാണുകയും സാംസ്കാരികമായി വ്യവച്ഛേദിക്കപ്പെട്ടിട്ടുള്ള ചില പ്രക്രിയകൾ അല്ലെങ്കിൽ ചില വസ്തുക്കളെ മാത്രം സംസ്കാരമായി കാണുന്നതിനും അപ്പുറം പ്രയോഗങ്ങളെയൊക്കെ, ജീവിത രീതികളെയൊക്കെ, ജീവിതത്തിന്റെ ചര്യകളെ തന്നെ സംസ്കാരമായി കാണേണ്ടുന്നതിന്റെ ആവശ്യത്തെക്കുറിച്ച് റഫീഖ് പറയുന്നുണ്ട്. അത്തരമൊരു കൾച്ചർ എന്ന് പറയുന്ന ഒരു സമഗ്രമായ കോൺസെപ്റ്റിന്റെ തിയററ്റിക്കലായിട്ട് ആവശ്യം നിൽക്കുമ്പോൾ അതിന്റെ മറ്റൊരു വശം എന്ന് പറയുന്നത്, ഇന്ന് രാഷ്ട്രീയം സംസാരിക്കപ്പെടുന്നത്, ഇന്ന് രാഷ്ട്രീയം വ്യവഹരിക്കപ്പെടുന്നത് കൾച്ചറിന്റെ, സംസ്കാരത്തിന്റെ സംജ്ഞകളിലൂടെയാണ് എന്നതാണ്. മറ്റൊരു നിലയ്ക്ക് സംസ്കാരത്തെ തന്നെ കൾച്ചറിന്റെ ഭാഷ, പൊളിറ്റിക്സിന്റെ ഭാഷയാക്കുന്ന ആ പൊളിറ്റിക്കൽ പ്രാക്ടീസ് തന്നെ സംസ്കാരം എന്ന രീതിയിൽ മുൻപോക്കം വെക്കുമ്പോൾ പലപ്പോഴും നാം പറയുന്ന അരാഷ്ട്രീയത എന്ന് പറയുന്ന ഒരു സംഗതി, അത് അരാഷ്ട്രീയതയല്ലാതെ ആവുന്നത് അത് കൾച്ചറിന്റെ ലാംഗ്വേജിലാണ് പ്രയോഗിക്കപ്പെടുന്നത് എന്നതുകൊണ്ട് തന്നെ. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനോട് പ്രതികരിക്കേണ്ടി വരുന്നത് എന്ന് പറയുന്നത്. പലപ്പോഴും ഇന്നലെയുള്ള മറ്റു ചർച്ചകളിൽ ഉണ്ടായിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് വളരെ വ്യക്തമായി ഒരു പൊളിറ്റിക്കൽ ഡിസ്കോഴ്സിലൂടെ, കൃത്യമായി രാഷ്ട്രീയം പറയുന്ന ഒരു ഡിസ്കോഴ്സിലൂടെ ഇതിനെ നേരിടാൻ കഴിയുമോ എന്നതാണ് ഗൗരവമായ ഒരു ചോദ്യം. കാരണം കൃത്യമായ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സിലൂടെ അഡ്രസ്സ് ചെയ്യാൻ പറ്റാവുന്ന ഒരു മാനസിക ഭാവനാമണ്ഡലം, ഒരു ഇമാജിനറി എന്നുള്ള നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ അത്തരം ഒരു ഇമാജിനറിയിലൂടെയാണോ ഇത് നിർമ്മിച്ചെടുക്കുന്നത് എന്ന ചോദ്യം. രണ്ടാമത്തത്, അത്തരമൊരു പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ് നടത്തുമ്പോൾ തന്നെ ബോധമണ്ഡലത്തിലൂടെ അബോധമണ്ഡലത്തിൽ ഉണ്ടാക്കിയെടുക്കപ്പെടുന്ന പ്രത്യേകമായ സവിശേഷമായ രൂപകങ്ങളെ എത്ര കണ്ട് നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റും എന്നുള്ള ചോദ്യം. ഇവിടെയാണ് ഒരുപക്ഷെ നാം ഉപയോഗിക്കുന്ന ഭാഷ എന്ത് എന്നത് വളരെ പ്രസക്തമായി മാറുന്നത്. നാം ഏതു രീതിയിലാണ് ആളുകളോട് സംസാരിക്കുന്നത് എന്നത് പ്രസക്തമായി മാറുന്നത് തോന്നുന്നു. പലപ്പോഴും പൊതുവെ ഇടതുപക്ഷത്തിന്റെ ഒരു വ്യവഹാര മണ്ഡലം നോക്കുമ്പോൾ, ഇടതുപക്ഷത്തിന്റെ എന്നല്ല, സൈദ്ധാന്തികമായ ഒരു വ്യവഹാര മണ്ഡലം നോക്കുമ്പോൾ പലപ്പോഴും സിദ്ധാന്തഭാരം കൊണ്ടുള്ള ഒരു ക്ലിഷ്ടത എന്നത് പലപ്പോഴും അതിനകത്ത് ഉണ്ടാവുകയും പല അവസരങ്ങളിലും അതുകൊണ്ട് തന്നെ ഇത് പൊതുമണ്ഡലത്തിൽ നിന്നും പൊതുഭാവനയിൽ നിന്നും അകന്നു നിൽക്കുവാൻ പ്രേരിതമാവുകയും ചെയ്യുന്നൊരവസ്ഥയാണ്. എന്നതുകൊണ്ട് ഇത് പൂർണ്ണമായി ലളിതവൽക്കരിക്കണം എന്നാണോ പറയുന്നത് എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും വരാം. അതല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. മറിച്ച് ഇതിന് അനുയോജ്യമായ, ഓരോ മേഖലയ്ക്കും അനുയോജ്യമായ ഒരു ഭാഷ കരുപ്പിടിപ്പിക്കേണ്ടത് വളരെ പ്രധാനമായിട്ടുമാണ്. അതിലൊരു പക്ഷേ നമ്മൾക്ക് എളുപ്പം കിട്ടാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്നലെ ചർച്ചയിൽ വന്ന കാര്യം തന്നെ, അധികം നാം തർക്കിക്കുന്നതിന് പകരം, അധികം നാം വാഗ്വാദത്തിൽ ഏർപ്പെടുന്നതിന് പകരം ഒബ്ജക്റ്റീവായ, വസ്തുനിഷ്ഠമായ കുറെ സംഗതികൾ പുറത്തു കൊണ്ടുവരുവാനുള്ള ശ്രമം വളരെ ഫലവത്തായിരിക്കും എന്ന് തോന്നുന്നു. ഞാൻ പറയുന്നത് കേരളത്തിന്റെയും ഇന്ത്യയുടെയും സാംസ്കാരിക പ്രക്രിയകളിൽ കാണുന്ന, പ്രയോഗങ്ങളിൽ കാണുന്ന പലമയുടെ സ്വഭാവം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്ത. ആർക്കിടെക്ചറിന്റെ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ വാസ്തു എന്ന് പറയുന്ന ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, പലപ്പോഴും ചില സമുദായങ്ങളുടെ ചില പ്രത്യേക തരത്തിലുള്ള ആർക്കിടെക്ചറൽ മോഡൽസ് മാത്രം സാംസ്കാരികം എന്ന കൾച്ചറൽ എന്ന് പറയുന്ന ഇൻവേർട്ടഡ് കോമാസിൽ സൂചിപ്പിക്കപ്പെടുകയും മറ്റ് വളരെ ഫങ്ഷണലായി വരുന്ന മറ്റ് പല മോഡൽസും ഗുപ്തമാക്കി വെക്കപ്പെടുകയും അല്ലെങ്കിൽ ഇറേസ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഈ പലമയുടെ ഒരു സംസ്കാരം എന്നത്, ആർക്കിടെക്ചറൽ മോഡൽസിന്റെ ഒരു മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത്,
അതിൻ്റെ ഒരു വളരെ റിച്ച് ആയിട്ടുള്ള അതിൻ്റെ മൾട്ടിപ്ലിസിറ്റി, അത് വളരെ ഹിസ്റ്റോറിക്കലും ആയിരിക്കാം. അതും പ്രീ മോഡേൺ ആയിട്ടുള്ള കാലങ്ങളിലേക്ക് പോകുമ്പോൾ തന്നെ ആ ഒരു പലമ എന്ന് പറയുന്നത് അസേർട്ട് ചെയ്യുന്നതിലൂടെ തന്നെ പ്യുവർലി ബൈ ദ അസേർഷൻ ഓഫ് പ്ലൂരാലിറ്റി ഓഫ് പോളിഫോണി, ബഹുത്വം എന്ന് പറയുന്നത് അസേർട്ട് ചെയ്യുന്നതിലൂടെ തന്നെ പലപ്പോഴും ഈ എത്തിക്കലായിട്ടുള്ള ഈസ്തെറ്റിക് ആയിട്ടുള്ള ഒരു ഹോമോജീനിറ്റിയുടെ, ഏകതാനതയുടെ സ്വഭാവത്തെ വെല്ലുവിളിക്കാൻ അത് സഹായകമാവും എന്ന് തോന്നുന്നു. ഇതൊന്നും ഒരു റെസിപ്പി ആയിട്ടല്ല പറയുന്നത്, ഒരു സജഷൻ ആയിട്ട് പറയുന്നത്. അതോടൊപ്പം ഞാൻ കൂടുതൽ അതിലേക്ക് പോകുന്നില്ല. ഒരു കാര്യം, വളരെ കടുത്ത ഒരാശങ്ക നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുക. ഈ ഫേസ്ബുക്ക് എന്ന് പറയുന്നത് ഒരു രാജ്യമാണ്. പലപ്പോഴും അതിൽ പൗരാവകാശം എനിക്കുണ്ടോ എന്ന സംശയം തോന്നുന്ന ഒരു രാജ്യമാണ്. ഒരു അയൽ രാജ്യം എന്ന പോലെ അതിലേക്ക് പലപ്പോഴും ഉറ്റുനോക്കാറുണ്ട്. അതിനകത്തേക്ക് കാലെടുത്ത് കുത്തുവാൻ പലപ്പോഴും ഭയപ്പെട്ട് മാറി നിൽക്കാറുമുണ്ട്. ഈ ഫേസ്ബുക്കിന്റെ, സോഷ്യൽ മീഡിയയുടെ ഒരു സ്വഭാവം, ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ വിദ്യാർത്ഥികൾ പലപ്പോഴും വളരെ ശക്തമായി അംഗങ്ങളായിട്ടുള്ള ആ ഒരു രാജ്യത്തിന്റെ വ്യവഹാര മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ അതിവിടെ ജനാവിഷ്കാരിയുമായി ബന്ധപ്പെട്ട് പ്രസക്തമാണ് എന്ന് തോന്നുന്നു. ഫേസ്ബുക്കിന്റെ, സോഷ്യൽ മീഡിയയുടെ ഒരു സ്വഭാവം. മുമ്പ് ഞാൻ ടിൻറ്റുമോനെ കുറിച്ച്, ടിൻറ്റുമോൻ കഥകളുണ്ടല്ലോ, ടിൻറ്റുമോനെ കുറിച്ച് ഒരു പോപ്പുലർ കൾച്ചർ എന്നുള്ള രീതിയിൽ ചെറിയ പഠനം ചെയ്യണ്ടേ. അപ്പൊ ടിൻറ്റുമോൻ കഥകളുടെ, ജോക്കുകളുടെ, ഫലിതങ്ങളുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് അന്നുണ്ടായിരുന്ന ഒരു മൊബൈൽ സ്ക്രീൻ ഉണ്ട്. അതായത് ഇന്നത്തെ സ്മാർട്ട് ഫോണിന്റെ രീതിയല്ല, മുൻപുണ്ടായിരുന്ന കീപാഡുള്ള ഒരു മൊബൈൽ സ്ക്രീൻ ഉണ്ട്. ആ ഒരു മൊബൈൽ സ്ക്രീനിനകത്ത് നിൽക്കാവുന്ന, ഒറ്റ വായനയിൽ അതിനകത്ത് നിൽക്കാവുന്ന ഒരു ദൈർഘ്യം കൂടി വന്നാൽ 2 പ്രാവശ്യം ഇത് താഴത്തേക്ക് ഞെക്കിയാൽ പൂർണ്ണമാകുന്ന ഒരു ദൈർഘ്യമാണ് ടിൻറ്റുമോന്റെ സംഗതി. ടിൻറ്റുമോൻ വ്യക്തമായിട്ടും ഒരു ഓറൽ കൾച്ചറിന്റെ ഭാഗമാണ് എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഒരർത്ഥത്തിൽ അത് റിട്ടൺ സംഗതിയല്ല. പലപ്പോഴും നമ്മൾക്ക് പറയാൻ തോന്നുന്ന പല ഫലിതങ്ങളും ടിൻറ്റുമോന്റെ വായിൽ വെച്ച് നമ്മൾ തന്നെ ഉണ്ടാക്കി അത് സർക്കുലേറ്റ് ചെയ്യാറുണ്ട്. അത് കിട്ടുന്നവർ ചെറിയ മാറ്റങ്ങൾ വരുത്തി അത് വീണ്ടും സർക്കുലേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അതിനകത്തൊരു ഓറൽ കൾച്ചറിന്റെ സ്വഭാവമുണ്ട്, അത് അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ ഒരു പാരഗ്രാഫ് എന്ന് പറയുന്ന ഒരു ലിമിറ്റ് പലപ്പോഴും ഈ സോഷ്യൽ മീഡിയയിൽ സ്ട്രക്ചറലി തന്നെ വരും. നമ്മൾ പബ്ലിക്കേഷന്റെ രീതി നോക്കുകയാണെങ്കിൽ പബ്ലിഷിംഗ് ഇൻഡസ്ട്രിയുടെ, പുസ്തകങ്ങളുടെ, ജേർണൽസിന്റെയൊക്കെ ഈ രൂപങ്ങൾ ഉണ്ടായി വരുന്നതിന്റെ സ്വഭാവം കാണുമ്പോൾ പലപ്പോഴും വളരെ ഭൗതികമായ അതിന്റെ ഇടം, സ്പേസ്, ആ പബ്ലിഷിംഗ് ഇടം എന്ന് പറയുന്നത്, ആ ഇടം പലപ്പോഴും ആ രൂപത്തെ തന്നെ കൃത്യമായി നിർണ്ണയിക്കുന്ന സ്വഭാവം കാണാൻ കഴിയും. ഉദാഹരണത്തിന് നോവലിന്റെ ഈ ചാപ്റ്ററൈസേഷൻ എന്ന് പറയുന്നത് ചാൾസ് ഡിക്കൻസിന്റെ ഒക്കെ കാലം തൊട്ട് നോക്കുമ്പോൾ നോവല് ഈ രീതിയിൽ ഓരോ ചാപ്റ്ററിന് ഏതാണ്ട് ഇത്ര ദൈർഘ്യമുള്ള ചാപ്റ്ററുകൾ എന്ന സങ്കല്പനം തന്നെ ഓരോ ആഴ്ചയായി പ്രസിദ്ധീകരിച്ചു വരുന്ന ഓരോ കഷ്ണം അല്ലെങ്കിൽ ശകലം എന്നതിന്റെ ഒരു ലീനിയാരിറ്റി അതിനകത്തുണ്ടാവുന്നു. 2-ാം ഊഴം അല്ലെങ്കിൽ നമ്മളിവിടെ ജേർണൽസിൽ, മാതൃഭൂമിയിലോ മറ്റോ ഒക്കെ പ്രസിദ്ധീകരിച്ചു വരുന്ന ഈ നോവലുകളിൽ ഒരു ലക്കത്തിൽ ഏറിയാൽ എത്ര പേജ് ഒരു നോവലിന് കൊടുക്കാം എന്നതനുസരിച്ച് തന്നെ ഒരുപക്ഷെ അബോധമായ തലത്തിൽ തന്നെ ഈ എഴുത്തുകാരന്റെ എഴുത്തിനെ നിർണ്ണയിക്കുന്ന ഒരു ഫോർമൽ ഘടകമായിട്ട് അത് മാറുന്നു, ഒരു സ്ട്രക്ചറൽ ഘടകമായിട്ട്. ഇത്തരം ഒരു പ്രത്യേക പരിമിതി പലപ്പോഴും ഈ സോഷ്യൽ മീഡിയയിലും ഉണ്ടാവുന്നുണ്ട്. ഒരു പാരഗ്രാഫ് ഏറിയാൽ 2 പാരഗ്രാഫ്. നിങ്ങൾ സ്വയം ചോദിക്കുക, ഫേസ്ബുക്കില് ഒരു 3 പേജ് വരുന്ന വളരെ ദീർഘമായ ഒരു എഴുത്തുണ്ടെങ്കിൽ നിങ്ങൾ എത്ര പേർ അതിൽ 1-ാമത്തെ പാരഗ്രാഫിനപ്പുറം വായിക്കും എന്ന് സ്വയം ചോദിക്കും. ഇതിൽ തന്നെ ഈ ഉടന്തടി ഒരു പാരഗ്രാഫിൽ ഒതുക്കുന്ന ഒരു റെസ്പോൺസ് എന്ന നിലയ്ക്ക് അതിന് അതിൻ്റെതായ പരിമിതികളുണ്ട്. ഒരു പോളമിക്കൽ ആയ ലെവലില് ഒരു തർക്കവിതർക്കങ്ങളുടെ ഒരു സ്വഭാവം അതിനുണ്ടാവുമ്പോഴും ഈ ഒരു പരിമിതി കൊണ്ട് തന്നെ, സമയത്തിന്റെയും ഇടത്തിന്റെയും എഴുത്തിന്റെയും പരിമിതി കൊണ്ട് തന്നെ പലപ്പോഴും ഫേസ്ബുക്കിലെയും സോഷ്യൽ മീഡിയയിലെയും എഴുത്തുകൾക്ക് ഒരു ജ്ഞാനമണ്ഡലത്തിലേക്കുള്ള സംഭാവനയായി തീരാൻ വളരെ വലിയ പരിമിതികൾ. ഇപ്പൊ എന്റെ സ്റ്റുഡൻസിൽ, ഞാൻ വിമർശനമായിട്ട് പറയില്ല, എന്റെ സ്റ്റുഡൻസിൽ റിസർച്ചിന് വരുന്ന പലരുടെയും ഒരു ധാരണയുള്ളത് ഈ ഫേസ്ബുക്കിൽ എഴുതുന്ന പോലെ തന്നെയാണ് പ്രബന്ധം, തീസിസ് എഴുതാൻ പറ്റുക. പക്ഷെ അതല്ല എന്ന കാര്യം
സാവകാശം അവരെ മനസ്സിലാക്കി കൊണ്ടുവരുന്നതിലുള്ള പെടാപ്പാട് ചെറുതല്ല. ഇങ്ങനെ ഗ്രാംഷി അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഉണ്ടോ? ഉണ്ടെങ്കിൽ എവിടെ? അത് കൃത്യമായ അതിന്റെ റെഫറൻസും സൈറ്റേഷനും എവിടെ? പറഞ്ഞതാണെങ്കിൽ ഇങ്ങനെ തന്നെയാണോ പറഞ്ഞിരിക്കുന്നത്? ഇത്തരത്തിലുള്ള വളരെ ലളിതമായ, വളരെ വസ്തുതാപരമായ കാര്യങ്ങൾ പോലും പുറത്തു മാറ്റിക്കൊണ്ട്, ഞാൻ പറയുന്നത് പഴഞ്ചനായിട്ട് പറയാണ്, ദയവായിട്ട് ക്ഷമിക്കുക. പക്ഷേ ഇത് ആരെങ്കിലും ഉദ്ദേശിച്ചിട്ട് പറഞ്ഞതല്ല കേട്ടോ. ഞാൻ അങ്ങനെ ഒരു ഈ ഫേസ്ബുക്ക് രാജ്യത്തിലുള്ള ആളല്ല ഞാൻ. അങ്ങനെ ഒരു ഉദ്ദേശവും ഇല്ല, ദയവായിട്ട് അങ്ങനെ ധരിക്കരുത്. ഞാൻ ഗ്രാംഷി എന്നുള്ളത് മാറ്റിയിട്ട് ഞാൻ ലെനിൻ എന്നാക്കി, അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ജ്ഞാന വ്യവഹാരത്തിന്റെ സ്വഭാവം ജനാവിഷ്കാര പോലെയുള്ള ഒരു പോർട്ടലാവുമ്പോൾ മറ്റുള്ള സോഷ്യൽ മീഡിയകളിലെ ആവിഷ്കാരങ്ങളുടെ അതേ സ്വഭാവം പിന്തുടർന്നുകൊണ്ടാണ് എന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ ഭാഷയുടെ കാര്യം പറഞ്ഞു, ഭാഷയ്ക്ക് ഇതിന് സവിശേഷമായൊരു ഭാഷ രൂപപ്പെടുത്തേണ്ട കാര്യമുണ്ട് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇതിന്റെ ഒരു ഫോർമൽ സ്വഭാവം, രൂപപരമായ ഇതിന്റെ സ്വഭാവം, ഇതിന്റെ ആഴം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജ്ഞാനപരമായിട്ടുള്ള അതിന്റെ സ്റ്റേറ്റസ് എന്ത് എന്നുള്ളതിനെ കുറിച്ച് നല്ല ബോധ്യം വേണ്ടിവരുന്നു. കാരണം നാം മനസ്സിലാക്കേണ്ടത്, ഇന്ന് വായിച്ച് നാളെ മറക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധയിൽ നിന്നും അവഗണിക്കേണ്ട ചെറിയ ഓരോ പാരഗ്രാഫുകളല്ല ഇവിടെ സൃഷ്ടിക്കാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ, അതിന് സൈദ്ധാന്തികവും പ്രായോഗികവുമായിട്ടുള്ള റിഗർ അതിന് വേണം എന്നുണ്ടെങ്കിൽ, അതിനനുസൃതമായ, എന്നതുകൊണ്ട് ഞാൻ തീസിസ് എഴുതണം അതേ രീതിയിൽ എഴുതണം എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ ഒരു നോളജ് എന്നുള്ള നിലയ്ക്ക് അറിവിന്റെ, ജ്ഞാനത്തിന്റെ ഒരു വ്യവഹാരത്തിന്റെ സ്വഭാവം ഇതിന് കൈവരിക്കേണ്ടി വരും. അത് ഇന്നുണ്ടായിരുന്ന ഇതുവരെയുള്ള മറ്റെഴുത്തു മോഡലുകളെ അതേപടി അനുകരിക്കണമെന്നോ അല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇതിൻ്റെതായിട്ടുള്ള റിഗർ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രദ്ധയോടുകൂടിയുള്ള വളരെ നിഷ്കൃഷ്ടമായ ശ്രമങ്ങൾ ആവശ്യമായി. ഇല്ല എന്നുണ്ടെങ്കിൽ ഐ എം അഫ്രെയ്ഡ് ഇറ്റ് ഷാൽ ഡിറ്റീരിയോറേറ്റ് ടു പ്യുവർ പോളമിക്സ്, ആസ് ഹാപ്പൻസ് വിത്ത് മോസ്റ്റ് ഡിസ്കഷൻസ് ഓൺ സോഷ്യൽ മീഡിയ. പ്യുവർ പോളമിക്സ്, തർക്കവിതർക്കങ്ങളുടെ ഒരു സംഗതിയായിട്ട് മാറും. അതായിരിക്കാം ഒരുപക്ഷെ നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ ദുരന്തം എന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഫേസ്ബുക്കിലൊക്കെ തന്നെ ഈ തർക്കങ്ങളുടെ ഒരു മേഖല എന്ന് പറയുന്നത്, തർക്കമുണ്ടാക്കുക എന്ന് പറയുന്നത് തന്നെ അതിഭീകരമായ ശാപവാക്കുകളും തെറിവുകളും പറഞ്ഞുകൊണ്ടുള്ള തർക്കമുണ്ടാക്കൽ തന്നെയാണ് ഒരു പക്ഷേ ഗൗരവമായ ഒരു ആശയത്തെ ഇല്ലാതാക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രാറ്റജി. അത് സംശയമൊന്നും വേണ്ട, വലതുപക്ഷം പ്രയോഗിക്കും എന്നതിൽ ഒരു സംശയവും വേണ്ട. നമ്മൾ ഫെമിനിസത്തിന്റെ കാര്യം എടുത്താൽ മതി. ഫെമിനിസ്റ്റ് ഡിസ്കോഴ്സിൽ സ്ത്രീപക്ഷവാദത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്, മറ്റേതൊരു മേഖലയിലും കാണുന്നതിനപ്പുറം പോകുന്ന രീതിയിലുള്ള സ്വയം വിമർശനത്തിന്റെ, നിരന്തരമായ സ്വയം പരികൽപ്പനകളെ വീണ്ടും 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 വളരെ നിഷ്കൃഷ്ടമായ വിമർശന ബുദ്ധിയോടുകൂടി നോക്കിക്കാണുന്ന ഒരു സംസ്കാരം ഫെമിനിസത്തിന് വളരെ, ഞാൻ സ്വാഭാവികമെന്ന് പറയുന്നത് ചരിത്രപരമായി തന്നെയാണ് സ്വാഭാവികമായി ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ സ്ത്രീപക്ഷവാദം എന്നത് തിയററ്റിക്കലായിട്ട് ഇത്ര അധികം മുൻപോക്കം പോകാനും ബട്ട്ലറിന്റെയൊക്കെ അവസ്ഥ എത്തുമ്പോഴേക്കും വളരെ 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 ഫൈൻ ട്യൂൺഡ് ആയിട്ടുള്ള തിയറി ആയിട്ട് അതിന് രൂപപ്പെടാനും സാധിച്ചിട്ടുള്ളത്. പക്ഷേ ആ ഫെമിനിസത്തിന്റെ ആ പ്രയാണത്തിൽ തന്നെ ഒരുപക്ഷെ ഈ സെൽഫ് ക്രിട്ടിക്കൽ എന്ന് പറയുന്നത് പലപ്പോഴും അതിനോട് നേരിട്ടിട്ടുകൊണ്ടുള്ള വളരെ ശക്തമായിട്ടുള്ള, വളരെ നെഗറ്റീവായിട്ടുള്ള, നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ പോരാ, അതിനെ നശിപ്പിക്കുവാൻ, ഡിസ്ട്രോയ് ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഡിസ്കോഴ്സിന്റെ വെളിച്ചത്തിലാണ് ഇത് നടന്നിട്ടുള്ളതെന്ന് ആലോചിക്കുന്നത്. അത്തരം സ്ട്രാറ്റജീസ് തീർച്ചയായും സംശയമൊന്നും വേണ്ട വലതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും എന്നുള്ളത് തീർച്ചയാണ്. അത് ഇന്ന് തന്നെ ഏതെങ്കിലും അർത്ഥത്തിൽ ഇടതുപക്ഷത്തിന്റെയോ അല്ലെങ്കിൽ പൊളിറ്റിക്കലി കൗണ്ടർ ഹെജിമോണിക് ആയിട്ടുള്ള ഡിസ്കോഴ്സ് നടത്തുന്ന ഒരുവിധം ഏത് പോസ്റ്റിങ്ങും, ഏത് മീഡിയ, ഏത് തരത്തിലുള്ളതാണെങ്കിലും അത് ഫേസ് ചെയ്യുന്ന, അതിന്റെ നേരെ ഉണ്ടാക്കിയെടുക്കുന്ന വരുന്ന വിമർശനങ്ങളുടെ അല്ലെങ്കിൽ ശാപവാക്കുകളുടെ ആ സ്വഭാവം നോക്കുകയാണെങ്കിൽ വ്യക്തം. അവിടെയാണ് അതിന് മറുപടി പറയാൻ
അതേ ഭാഷയിൽ മറുപടി പറയുന്നതിന് പകരം ഒരുപക്ഷെ ഇത് ജ്ഞാന വ്യവഹാരമാക്കി മാറ്റിയെടുക്കാനുള്ള ശ്രമം വളരെ ക്രൂഷ്യലാവുന്നത്. വേർ ഇറ്റ് കൺവിൻസസ് ആൻഡ് അപ്പീൽസ് ആൻഡ് അഡ്രസ്സസ് പീപ്പിൾ ബൈ ദ റിഗർ ഓഫ് ഇറ്റ്സ് നോളജ് ലാംഗ്വേജ്. അതിൻ്റെ ഭാഷാപരമായ വ്യവഹാരപരമായ ജ്ഞാന സ്റ്റേറ്റസ് എന്ന് പറയുന്ന അറിവിൻ്റെ സ്റ്റേറ്റസ് കൊണ്ട് അത് ആളുകളെ അഡ്രസ്സ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കേണ്ടി വരും എന്ന് തോന്നുന്നു. ഇതിന് ഒരു റെസിപ്പി ഒന്നുമല്ല. അപ്പൊ ഇങ്ങനെയാണ് എഴുതേണ്ടതെന്നല്ല ഞാനിത് പറയുന്നത്. ഇത് ആലോചിച്ച് തീർക്കേണ്ടി വരും. പലപ്പോഴും ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. കാരണം ഇത് മുഴുവനും ഈ ഒരു ചെറിയ പരിമിതമായ ഒരു ഇതിലേക്ക് എങ്ങനെ ചുരുക്കിയെടുക്കും എന്നത് ഗൗരവമായ ചോദ്യമാണ്. പക്ഷെ ആ ചുരുക്കിയെടുക്കലിലൂടെ ഇതിന്റെ റിഗർ നഷ്ടമാകുന്നത് ഒരു ദുരന്തമായിരിക്കും എന്നാണ് പറയാനുള്ളത്.